സോ നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിനൊക്കെ ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ ഹെഡ് ആൻഡ് നെക്ക് ഓങ്കോളജി എന്ന് പറയുന്നത്? ഇതിൽ ഈ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ തോളലുണ്ടല്ലോ, തോളലിൻ്റെ മേലേക്കുള്ള ഭാഗത്ത് വരുന്ന ട്യൂമറുകളും അതിൻ്റെ റീകൺസ്ട്രക്ഷൻ സർജറിയും അതിൻ്റെ റീഹാബിലിറ്റേഷൻ സർജറിയും ഇതൊക്കെയാണ് ഹെഡ് ആൻഡ് നെക്ക് സർജറി എന്ന് പറയുന്നത്. വോക്കൽ കോഡിലുണ്ടാവുന്ന ക്യാൻസർ, പിന്നെ സെലൈവറി ഗ്ലാൻഡ്സ്, നമുക്ക് ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാവുന്ന ക്യാൻസേഴ്സ്, ഇപ്പോൾ പെരോട്ടിഡ് ഗ്ലാൻഡ്, സബ്മാൻഡിബുലർ ഗ്ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ഇപ്പോൾ ഉമിനീർ ഗ്രന്ഥിയിലുണ്ടാവുന്ന ക്യാൻസറുകൾ, പിന്നെ തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസറുകളും അത്യാവശ്യം ഉണ്ടാവുന്ന ഒരു കോമണായി കാണുന്നൊരു ക്യാൻസറാണുള്ളൂ. മാത്രമല്ല ഇതൊക്കെ ഹെഡ് ആൻഡ് ക്യാൻസർ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ലക്ഷണം കാണിച്ചു തരുന്നതാണ് മിക്കവാറും ഹെഡ് ആൻഡ് ക്യാൻസേഴ്സ്. ഇപ്പോൾ വായിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ തൊണ്ടയിലുണ്ടാവുന്ന ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിലോ ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ലക്ഷണം കാണിച്ചു തരാൻ സാധ്യതയുള്ളതാണ്. വായിലുണ്ടാവുന്ന മുറിവ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ശബ്ദത്തിലുണ്ടാവുന്ന ഒരു അസാധാരണമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ക്യാൻസർ എന്ന് പറയുന്ന ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു പൊതുവെ എല്ലാവർക്കും ഒരു ടെൻഷൻ കൂടുതലാണല്ലോ, അതിനെപ്പറ്റിയുള്ളൊരു ചിന്ത കൂടുതലാണ്. അപ്പം സൈക്കോളജിക്കലി നമ്മളെ കുറച്ചൊക്കെ മിക്കവാറും ആളുകളെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം അത് എത്തുന്നതിന് മുമ്പ് തന്നെ ശരീരം നമുക്ക് പലപ്പോഴും ലക്ഷണങ്ങൾ കാണിച്ചു തരും. അത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് വേണ്ട ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റും.